വി.ഡി. സതീശൻ സർക്കാരിന്റെ നിയമന വിവാദങ്ങൾ ഏതായാലും രാഷ്ട്രീയ ആയുധമാക്കുകയാണ്. പ്രതിപക്ഷം വി.ബി. പ്രദീപിനെ നിയമിച്ച നടപടി ദുരൂഹമെന്നാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തുറന്നടിച്ചത്. രാജി കൊണ്ട് വിഷയം അവസാനിക്കില്ല, സ്വർണ്ണക്കൊള്ള കേസ് അട്ടിമറിക്കാൻ നീക്കം നടക്കുന്നുവെന്നാണ് സംശയം. പ്ലീഡർ സ്ഥാനത്തിരുന്ന 2 ദിവസത്തിനുള്ളിൽ പ്രദീപിന് ഏതൊക്കെ പേപ്പറുകൾ ലഭ്യമായിട്ടുണ്ടെന്ന് അന്വേഷിക്കണമെന്നാണ് പിണറായി വിജയൻ ആവശ്യപ്പെട്ടത്. വിഷയമുയർത്തി പ്രതിഷേധം കടുപ്പിക്കാനാണ് പ്രതിപക്ഷ തീരുമാനം. രാജിവെച്ചതോടുകൂടി എല്ലാം അവസാനിച്ചു എന്ന നിലയ്ക്ക് ഇത് കാണാൻ പറ്റുമോ? ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തസ്തികയിലാണ് ഈ അഭിഭാഷകൻ നിയമിതനായത്. ദേവസ്വത്തിൻ്റെ പ്ലീഡറായി വന്നതോടുകൂടി ആ ഇരുന്ന ദിവസം, ആ ഇരുന്ന മണിക്കൂറുകൾ, ഏതെല്ലാം കടലാസുകൾ അദ്ദേഹത്തിൻ്റെ കയ്യിലെത്തിയിട്ടുണ്ട്. അത് കേസുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനമാണ്. അപ്പോൾ കേസിൻ്റെ ദേവസ്വം വകുപ്പിൻ്റെ കയ്യിലുള്ള നിർണായകമായ വിവരങ്ങൾ മനസ്സിലാക്കാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടോ? ഇത് ഗൗരവമായി അന്വേഷിക്കേണ്ട കാര്യമാണ്. അത് സംബന്ധിച്ച് അന്വേഷണം നടക്കണം. ഏതെങ്കിലും കടലാസുകൾ ആ അഡ്വക്കേറ്റിൻ്റെ കയ്യിലുണ്ടെങ്കിൽ സെർച്ച് ചെയ്തത് കണ്ടെത്തണം. അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും വേണം. റഹീസ് റഷീദാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. റഹീസ്, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-നെ LDF-നെ ഇടത് സർക്കാരിനെ ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിലാക്കിയതാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസ്. അന്ന് UDF പറഞ്ഞത് അതിലെ ഓരോ പ്രതിയും ശിക്ഷിക്കപ്പെടും വരെ പോരാട്ടം തുടരുമെന്നാണ്. സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട വലിയ പ്രക്ഷോഭങ്ങളൊക്കെ UDF നടത്തുകയും ചെയ്തതാണ്. പക്ഷേ അധികാരത്തിലെത്തിക്കഴിഞ്ഞപ്പോൾ മലക്കം മറിയുകയാണോ ചെയ്തിരിക്കുന്നത് എന്ന ചോദ്യമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. എന്താണ് പ്രതിപക്ഷ നീക്കങ്ങൾ? ഈ നിയമനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എന്താണ് തുടർ നടപടികൾ സ്വീകരിക്കാൻ പോകുന്നത്? വിനീത, ആ അർത്ഥത്തിൽ LDF-നെ സംബന്ധിച്ച് ഒരു മധുര പ്രതികാരമാണ് ശബരിമല കേസുമായി ബന്ധപ്പെട്ട സ്മാർട്ട് ക്രിയേഷന്റെ അഭിഭാഷകനുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന കാര്യങ്ങൾ. കാരണം അവർക്ക് സംസ്ഥാന സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ഒരു വിഷയം എന്നത് ശരിയാണ്. അതിനപ്പുറം പിണറായി വിജയൻ സർക്കാരിന് ഇത്ര വലിയ തിരിച്ചടി ഉണ്ടാകാൻ കാരണങ്ങളിലൊന്ന് ശബരിമല സ്വർണ്ണക്കൊള്ള കേസാണെന്ന് ആ പാർട്ടി തന്നെ കണ്ടെത്തിയതിന് തൊട്ടടുത്ത ദിവസമാണ് KB പ്രദീപിന്റെ നിയമനവും അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും വരുന്നത്. വേണമെങ്കിൽ പ്രദീപിനെ നിയമിച്ച് ഏതാണ്ട് 24 മണിക്കൂറിനകം തന്നെ അദ്ദേഹം ആ പദവിയിൽ നിന്ന് രാജിവെച്ചതോടുകൂടി ആ പ്രശ്നം അവസാനിപ്പിക്കാം. പക്ഷേ CPM-നെ സംബന്ധിച്ച് അത് അവസാനിപ്പിക്കുകയല്ല, ആ വിഷയം സജീവമായി നിലനിർത്തുകയാണ്. ഇന്ന് പ്രതിപക്ഷ നേതാവായ പിണറായി വിജയൻ ഉയർത്തിക്കൊണ്ടുവന്നത് പൊതുസമൂഹത്തിന് മുന്നിൽ ഒരു ചോദ്യമാണ്. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട ഫയലുകൾ പ്രദീപ് നോക്കിയിട്ടുണ്ടാവില്ലേ? അതിന്റെ ഫോട്ടോ കോപ്പി അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടാവില്ലേ? അതുകൊണ്ട് ഈ ദേവസ്വം ബോർഡ് ഈ കേസിൽ പരാജയപ്പെടാൻ സാധ്യതയില്ലേ എന്ന് ചോദിച്ച് സെർച്ച് ചെയ്യണമെന്ന വാക്കാണ്. പ്രദീപിന്റെ കയ്യിൽ എന്തെങ്കിലും രേഖകൾ ഉണ്ടെങ്കിൽ അത് സെർച്ച് ചെയ്ത് പിടിച്ചെടുക്കണം, അത് സംബന്ധിച്ച് അന്വേഷണം നടത്തണം എന്ന ആവശ്യം കൂടി CPIM ഉന്നയിക്കുന്നുണ്ട്. അതായത് ഇത് രാജിയോടുകൂടി അവസാനിച്ചു എന്ന് സർക്കാർ കരുതുന്നുണ്ടെങ്കിൽ അങ്ങനെ കരുതണ്ട, ഞങ്ങൾ പിന്നാലെയുണ്ട് എന്നതാണ് പിണറായി പറഞ്ഞതിന്റെ ചുരുക്കം. ശരി, റഹീസ് റഷീദാണ് വിശദാംശങ്ങൾ നൽകിയത്. ഏതായാലും റഹീസ് പറഞ്ഞതുപോലെ LDF-നെ സംബന്ധിച്ചിടത്തോളം CPM-നെ സംബന്ധിച്ചിടത്തോളം ഇത് തിരിച്ച് UDF-നെതിരെ ആയുധമാക്കുമ്പോൾ അതൊരു മധുര പ്രതികാരം തന്നെയാണ്. ഏതായാലും ദേവസ്വം സ്പെഷ്യൽ പീഡറായുള്ള KB പ്രദീപിന്റെ നിയമനത്തിൽ ദുരൂഹതയുണ്ടെന്ന് പറയുകയാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും. പ്രദീപിന്റെ രാജി കൊണ്ട് മാത്രം വിഷയം അവസാനിക്കില്ല, സ്വർണ്ണക്കൊള്ളയിലെ അന്വേഷണം അട്ടിമറിക്കാനുള്ള ബോധപൂർവമായ ഈ നിയമനത്തിന് പിന്നിൽ ആരാണ് ചരട് വലിച്ചതെന്ന് വ്യക്തമാക്കണം. ഈ വിഷയത്തിൽ കോൺഗ്രസും CPM-ഉം ഒറ്റക്കെട്ടായാണ് പ്രവർത്തിക്കുന്നതെന്നും രാജീവ് ചന്ദ്രശേഖർ ഫേസ്ബുക്ക് കുറിപ്പിൽ ആരോപിച്ചു. ഹരിമോഹനാണ് ചേരുന്നത്. ഹരിമോഹൻ, ഈ രാജീവ് ചന്ദ്രശേഖരന്റെ പ്രതികരണം നമ്മെ അത്ഭുതപ്പെടുത്തുന്നതാണോ? കാരണം ഈ KB പ്രദീപിന് സംഘപരിവാർ ചായ്വുള്ളയാളാണ്.